കർത്താവിന്റെ ധന്യനാമം വാഴ്ത്തപ്പെടട്ടെ. കേൾക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊന്നിച്ച് വീണ്ടും ഈ സൂം മീറ്റിങ്ങിൽ ഒന്നിച്ചു കൂടാൻ കർത്താവ് അവിടുന്ന് കൃപ നൽകിയതുകൊണ്ട് സ്തോത്രം. ആ സഭയ്ക്കായി അവിടെ ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കായിട്ടും പ്രത്യേകിച്ച് ദൈവദാസനായിട്ടും സ്തോത്രം ചെയ്യുകയും നിങ്ങളെ എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. ദൈവവചന പഠനം ആണ് ആദിമ നൂറ്റാണ്ടുകളിൽ ആദിമ സമയത്ത് ദൈവസഭയെ ഉറപ്പിച്ചിട്ടുള്ളതും ധൈര്യപ്പെടുത്തിയിട്ടുള്ളതും ബലപ്പെടുത്തിയിട്ടുള്ളതും നിലനിർത്തിയിട്ടുള്ളതും. സ്തോത്രം. ഇന്നത് മാറി കൂടുതലും വേറൊരു ശൈലിയിലുള്ള ദൂതുകൾക്ക് പ്രാധാന്യമായി മാറുന്നുണ്ട്. എങ്കിലും ദൈവവചന പഠനത്തിന് വേണ്ടി നിങ്ങൾ സമയം വേർതിരിക്കുന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മുഖവര ഏറെ പറയാതെ വിഷയത്തിലേക്ക് കടക്കുന്നു. റോമാലേഖനം 4-ാം അധ്യായമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായി കർത്താവ് ശരണപ്പെടുന്നത്. ഞാൻ എപ്പോഴും സൂചിപ്പിക്കാറുള്ളത് പോലെ പരിമിതമായ സമയത്തിനുള്ളിൽ ധാരാളം കാര്യങ്ങൾ കവർ ചെയ്യേണ്ടി വരുമ്പോൾ വളരെ ശ്രദ്ധയോടും പ്രാർത്ഥനയോടും കൂടെ ഇരുന്നാൽ മാത്രമേ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും കഴിയുകയുള്ളൂ. അങ്ങനെ ഒരു പരിമിതി നമുക്കുണ്ട്. ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കും എന്ന് കർത്താവിൽ ഞാൻ വിശ്വസിക്കുകയാണ്. നമുക്കറിയാം, അധ്യായം 3 അതിൻ്റെ അവസാന ഭാഗത്ത് നീതീകരണത്തെ കുറിച്ചുള്ള വിശദീകരണം നമ്മൾ കാണുകയുണ്ടായി. അവിടെ പ്രധാനമായി പറഞ്ഞ 2 കാര്യങ്ങൾ: ന്യായപ്രമാണം കൂടാതെ യേശുക്രിസ്തുവിലെ വിശ്വാസത്താലാണ് നീതീകരണം. 2, നീതീകരണം എന്ന് പറയുന്നത് കൃപയാൽ ലഭിക്കുന്നതാണ്, പ്രവൃത്തിയാലല്ല എന്ന് നമ്മൾ കാണുകയുണ്ടായി. രണ്ടാമത് ഊന്നൽ കൊടുത്തു പറഞ്ഞത് യവനന്മാരെന്നോ യഹൂദന്മാരെന്നോ ഒരു വ്യത്യാസവും ഇല്ല, വിശ്വസിക്കുന്ന ഏവരെയും ദൈവം നീതീകരിക്കുന്നു, എല്ലാവർക്കും നീതീകരണം കിട്ടും. ഇത്രയും കേട്ടപ്പോൾ തന്നെ ഈ യഹൂദ വിശ്വാസികൾക്ക് അല്ലെ യഹൂദ പശ്ചാത്തലത്തിലുള്ളവർക്ക് അതങ്ങോട്ട് ദഹിച്ചില്ല. കാര്യം, ഞങ്ങൾക്ക് മാത്രം ലഭിക്കുന്ന നീതീകരണം, ഞങ്ങൾക്ക് മാത്രം ലഭിക്കുന്ന അനുഗ്രഹം ജാതികൾ കൂടെ കിട്ടുമോ എന്നൊരു വലിയ ഡൗട്ട് അവരുടെ ജീവിതത്തിലുണ്ടായി. അത് മാത്രമല്ല, റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് നമ്മൾ 3 ചോദ്യങ്ങൾ കാണുകയുണ്ടായി. 1, പ്രശംസ എവിടെ? അത് പോയി അപ്പൊ പ്രശംസ എവിടെ എന്നൊരു കാര്യം കണ്ടു. 2, യഹൂദന്മാരുടെ മാത്രം ദൈവമോ എന്നൊരു ചോദ്യം നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. 3-ാമത്തെ ചോദ്യം, വിശ്വാസത്താൽ ന്യായപ്രമാണത്തെ ദുർബലപ്പെടുത്തുന്നുവോ? അപ്പൊ ഈ ചോദ്യങ്ങളും മുമ്പ് പറഞ്ഞ 2 കാരണങ്ങളും ആകെപ്പാടെ യഹൂദ വിശ്വാസത്തിലുള്ളവരെ ചൊടിപ്പിച്ചു. അപ്പൊ അവർക്ക് ഇങ്ങനെ, നമുക്കറിയാലോ, ദേഷ്യം, നമ്മൾ മനസ്സിലാകാൻ വേണ്ടി പറയുന്നത് ദേഷ്യപ്പെട്ടതൊന്നുമല്ല, ദേഷ്യം ഇങ്ങനെ കുമിഞ്ഞുകൂടുക, എതിർപ്പ് അവർക്കുണ്ടാകുന്നുണ്ട്. പലയിടത്തും എതിർപ്പുണ്ട്, ഇവിടെയും സ്വാഭാവികമായി വായിക്കുമ്പോൾ എതിർപ്പുണ്ടാവും. അപ്പോ അവര് പഴയ നിയമത്തിൽ അഥവാ അവരുടെ ചരിത്രത്തിൽ ശ്രേഷ്ഠരായി കണ്ട 2 വ്യക്തികളെ മുന്നോട്ട് കൊണ്ടുവരികയാണ്. 1 അബ്രഹാമാണ്, 2 ദാവീദാണ്. ഇവരെങ്ങനെയാണ് നീതീകരണം പ്രാപിച്ചത് എന്ന് പൗലോസ്ലീഹ സ്ഥാപിക്കുക. അത് പ്രവർത്തിയാലല്ല, വിശ്വാസത്താലാണ് അവര് നീതീകരണം പ്രാപിച്ചത് എന്ന് പൗലോസ്ലീഹ സ്ഥാപിക്കുക. അതിന്റെ 1-ാം വാക്യം തന്നെ വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത്, നമുക്കറിയാം, നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം എന്നും പറഞ്ഞാൽ തുടങ്ങുന്നത്. അപ്പോൾ പൂർവ്വപിതാവായ അബ്രഹാമിന്റെ കാര്യം പറഞ്ഞു തുടങ്ങുന്ന അവിടെ, എന്നാൽ ജഡപ്രകാരം പൂർവ്വപിതാവായ അബ്രഹാം ജഡപ്രകാരം എന്തു പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. അപ്പൊ നമുക്കറിയാം, അബ്രഹാമിന്റെ ചരിത്രം എടുക്കുന്നു, ദാവീദിന്റെ ചരിത്രം എടുക്കുന്നു. ഇനി നോക്ക്, ബൈബിള് പുതിയ നിയമം തുടങ്ങുന്നത് എങ്ങനെയാ? അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി. അപ്പൊ അബ്രഹാം അവരുടെ ഏറ്റവും വലിയ ആത്മീയ പിതാവാണ്. ദാവീദ് അവരുടെ ചരിത്രത്തിലെ ഏറ്റവും നല്ല രാജാവാണ്. അത് തന്നെയല്ല, ദാവീദ് പുത്രനാണ് ഇനി ഭരിക്കാൻ പോകുന്നെന്നുള്ള പരാമർശവും ബൈബിളിലുണ്ട്. അതുകൊണ്ട് ഈ 2 വ്യക്തികളെ വളരെ വളരെ സമുന്നതമായ പദവികളോടെ ശ്രേഷ്ഠകരമായ രീതിയിലാണ് അവർ കണ്ടത്. ഇവരെ 2 പേരെയും പൗലോസ്ലീഹ മുന്നോട്ട് കൊണ്ടുവരികയാണ്. നമുക്കറിയാം, ബൈബിൾ ആരംഭിക്കുന്നത് തന്നെ, പുതിയ നിയമം ആരംഭിക്കുന്നത് തന്നെ അബ്രഹാമിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, അബ്രഹാമിന് വലിയ പ്രാധാന്യമുണ്ട്. കുറഞ്ഞത് 3 കാരണത്താലാണ് ആ പ്രാധാന്യം. 1, യഹൂദന്മാരെ
വംശപാരമ്പര്യത്തിന് വളരെ പ്രാധാന്യം കൊടുത്തവരാണ്. അതുകൊണ്ട് അബ്രഹാമിന് വളരെ പ്രാധാന്യമുണ്ട്. അബ്രഹാമിൽ നിന്നാണ് എബ്രായം, മറുകര കടന്നവൻ എന്നുള്ള അർത്ഥത്തിൽ എബ്രായൻ എന്നുള്ള പേരിലാണ് എബ്രായൻ എന്നുണ്ടായെന്നുള്ളൊരു പഠിപ്പീര് അല്ലെ ചിന്തയുള്ളത് കൊണ്ട് അബ്രഹാമിൽ നിന്നാണ് ഞങ്ങൾ ഉത്ഭവിച്ചത്. അതുകൊണ്ട് അവർക്ക് വലിയ പ്രാധാന്യം പൃഥുത്വത്തെ സംബന്ധിച്ച്, വംശപാരമ്പര്യത്തെ സംബന്ധിച്ച് അബ്രഹാമിന് കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് അബ്രഹാം, യോഹന്നാസ്നാമം പറയുന്നുണ്ട്, അബ്രഹാം ഞങ്ങൾക്ക് പിതാവുണ്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ ഹൃദയം കൊണ്ട് പറയുവാൻ തുനിയരുത്. ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കാൻ ദൈവത്തിന് കഴിയും എന്ന് യോഹന്നാസ്നാമൻ പ്രസംഗിക്കുന്നുണ്ട്. യോഹന്നാൻ 8-ാം അധ്യായത്തിൽ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതികൾ എന്ന് പറയരുത്, ഞാൻ അബ്രഹാമിന് മുമ്പേ ഉള്ളവൻ, അബ്രഹാം എന്റെ ദിവസം കാണാനായിട്ട് കൊതിച്ചു എന്ന് കർത്താവ് പറയുന്നുണ്ട്. അപ്പൊ അവിടെയും അബ്രഹാമിന് മുമ്പേ ഉള്ളവൻ എന്നാണ് അവിടെ പറയുന്നത്. ഇനി മൂന്നാമത് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2-ാം പുസ്തകം 11:22 പറയുന്നുണ്ട് അബ്രഹാമിനെ ശ്രേഷ്ഠത, അബ്രഹാമിന്റെ മക്കളാണെന്ന് നിങ്ങൾ ഊറ്റം കൊള്ളുന്നു എന്ന് പറഞ്ഞ് അവിടെയും എഴുതിയിട്ടുണ്ട്. അബ്രഹാമിന്റെ മക്കളെന്ന് പറയുന്നതിൽ യഹൂദന്മാർക്ക് വളരെ അഭിമാനം ഉണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം അതാണ്. 2, അബ്രഹാമിനെ ഒരു ഗോത്രപിതാവ് മാത്രമായിട്ടല്ല അവർ കണ്ടത്. പിന്നെ എന്തുവാണെന്നറിയാമോ? അവര് ഫൗണ്ടർ ഓഫ് ഇസ്രായേൽ കമ്മ്യൂണിറ്റി എന്നുള്ള ഒരു ആശയം ഉണ്ടായിരുന്നു. അപ്പൊ ഫൗണ്ടർ ഓഫ് ഇസ്രായേൽ കമ്മ്യൂണിറ്റിയുടെ ഫൗണ്ടർ ആരാണെന്ന് ചോദിച്ചാൽ അബ്രഹാമാണ്. നമുക്കറിയാം, യെശയ്യാ 51 എഴുതിയിട്ടുണ്ട്, നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത കനിഗർഭത്തിലേക്കും നോക്കുവീൻ. അവിടെ അബ്രഹാമിന്റെ പേരൊക്കെ ഉണ്ടല്ലേ. അപ്പോ ഇത് ഫൗണ്ടർ ഓഫ് ഇസ്രായേൽ കമ്മ്യൂണിറ്റി എന്നുള്ളതിന് വളരെ പ്രാധാന്യം ഉണ്ടായിരുന്നു. മൂന്നാമത്, ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് വിളിക്കപ്പെട്ട ഏക വ്യക്തി അവരുടെ ദൃഷ്ടിയിൽ അബ്രഹാമാ. 3 പറഞ്ഞേക്കുന്നത്. ബൈബിളിലെ ക്രോണിക്കിൾസിന്റെ 20:2, ദിനവൃത്താന്ത 20:7, അതോടൊപ്പം തന്നെ യെശയ്യാ 41:8, പുതിയ നിയമത്തിൽ യാക്കോബ് 2:23. ഇതിൽ ഊറ്റം കൊണ്ടവരാണ് യഹൂദന്മാർ. അപ്പൊ അവരുടെ മുമ്പിലേക്ക് അബ്രഹാമിനെ അങ്ങോട്ട് പിടിച്ചു നിർത്തുക, എന്നിട്ട് പറയുക, അബ്രഹാമും നിങ്ങൾ വലിയ കാര്യമായിട്ട് കൊണ്ട് നടക്കുന്ന ദാവീദും നീതീകരണം പ്രാപിച്ചത് പ്രവൃത്തിയാലല്ല വിശ്വാസത്താലാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞപ്പോ നിങ്ങൾക്ക് ഭയങ്കര അങ്ങ് പ്രശ്നമായിരുന്നല്ലോ. നോക്ക്, നിങ്ങളുടെ പൂർവ്വപിതാവായ അബ്രഹാമും ദാവീദും വിശ്വാസത്താലാണ് നീതീകരണം പ്രാപിച്ചതെന്ന് സ്ഥാപിക്കുകയാണ്. അബ്രഹാം ന്യായപ്രമാണ കാലത്തിന് മുമ്പുള്ള ആളാണ്. അതിന് 430 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ആളാണ് അബ്രഹാം. ന്യായപ്രമാണം കിട്ടുന്നതിന് 450ഓളം വർഷം മുമ്പ് ജീവിച്ചിരുന്ന ആളാണ് അബ്രഹാം. ദാവീദാണെങ്കിൽ ന്യായപ്രമാണ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളാണ്. ന്യായപ്രമാണം ലഭിച്ചു കഴിഞ്ഞ് 500ഓളം വർഷം കഴിഞ്ഞാണ് ദാവീദ് ജീവിച്ചിരിക്കുന്നത്. അപ്പൊ ന്യായപ്രമാണ കാലത്തിന് മുമ്പുള്ള അബ്രഹാമും ന്യായപ്രമാണ കാലത്ത് ജീവിച്ചിരിക്കുന്ന ദാവീദും നീതീകരണം പ്രാപിച്ചത് എങ്ങനെയാണ്? വിശ്വാസത്താണ്. അത് മാത്രമല്ല, പൗലോസ് ഇവിടെ ഊന്നി പറയുക, ഞങ്ങൾ ഈ പ്രസംഗിക്കുന്ന നീതീകരണം എന്ന് പറയുന്ന വിഷയം പുതുതായി കേൾക്കുന്നത് പോലെ നിങ്ങൾ എന്നെ ഇങ്ങനെ തുറിച്ചു നോക്കുന്നത് ഇതൊരു പുതിയ വിഷയമല്ല. പഴയ നിയമത്തിൽ തന്നെ നീതീകരണം എന്നുള്ള വിഷയമുണ്ട് എന്ന് പൗലോസ് സ്ഥാപിക്കുക. യഹൂദന്മാർ അപ്പൊ ജാതികളെ വലിയ പൊങ്ങച്ചത്തിൽ ഇങ്ങനെ ഇരിക്കുക. ഞങ്ങൾക്കാണ് ചരിത്രത്തിൽ ആദ്യമായി, ജാതികളായ ഞങ്ങൾക്കാണ് നീതീകരണം പ്രാപിപ്പാനായിട്ട് ഭാഗ്യം ഉണ്ടായത്, യഹൂദന്മാർക്കൊന്നും അവസരം ഉണ്ടായില്ല എന്ന് അവര് പൊങ്ങച്ചം പറയുമ്പോൾ പൗലോസ് പറയുകയാണ്, അല്ലല്ല, നിങ്ങൾ മാത്രമല്ല, പഴയ നിയമത്തിലെ വിശുദ്ധന്മാരിലും പലരും നീതീകരണം എന്ത് ചെയ്തിട്ടുണ്ട്? പ്രാപിച്ചിട്ടുണ്ട്. ഇനിയും ഇതാണ് ഈ ഭാഗത്തിന്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നത്. ഇനിയും 1-ാം വാക്യം ആരംഭിക്കുക. നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം ജഡപ്രകാരം എന്തു പ്രാപിച്ചു എന്ന് പറയേണ്ടു. അപ്പൊ അവിടെ പറയുന്ന കാര്യം, അതിന്റെ താഴോട്ടുള്ള വാക്യങ്ങളിൽ പറയുന്നത്, അബ്രഹാമും അബ്രഹാമിന്റെ വിശ്വാസമുള്ള ജാതികളാണെങ്കിലും യഹൂദന്മാരാണെങ്കിലും യമനന്മാരാണെങ്കിലും പരിച്ഛേദന ഏറ്റവരാണെങ്കിലും ആർക്കെല്ലാം അബ്രഹാമിന്റെ വിശ്വാസമുണ്ടോ അവർക്കെല്ലാം അവകാശപ്പെട്ടതാണ് അബ്രഹാം ഞങ്ങളുടെ പിതാവെന്ന് പറയാനുള്ള പദവി.
യഹൂദന്മാർക്ക് മാത്രമല്ല, ആരെല്ലാം അബ്രഹാമിന്റെ വിശ്വാസം പിന്തുടരുന്നു, അത് ജാതിയിൽ നിന്ന് പെട്ടവരായാലും അവരുടെയും പിതാവാണ് ആര്? അബ്രഹാം. അബ്രഹാം ജഡപ്രകാരം എന്ത് പ്രാപിച്ചു എന്ന് ചോദിച്ചാൽ, അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടുവെങ്കിൽ അവന് പ്രശംസയുണ്ട്, ദൈവസന്നിധിയിൽ ഇല്ലതാനും. തിരുവെഴുത്തെന്ന് പറയുന്നു, അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്ന് തന്നെ. എന്നാൽ കണക്കിടുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല കടമായിട്ട് അത്രേ. പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവന് വിശ്വസിക്കുന്നവനോ അവന്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു എന്നാണ് 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. അപ്പോ ജാതികളിൽ നിന്നും യഹൂദന്മാരിൽ നിന്നും അബ്രഹാമിന്റെ വിശ്വാസം ആർക്കെല്ലാം ഉണ്ടോ അവരെല്ലാം അബ്രഹാമിനെ പിതാവെന്ന് വിളിക്കാൻ യോഗ്യരാണ് എന്ന് നമ്മൾ കണ്ടു. ഇനി ഗലാത്യ ലേഖനം 3:7 വായിക്കുക. അബ്രഹാമിന്റെ മക്കളെന്ന് പറയുന്നത് വിശ്വാസികളാണ്. റബിമാര് പഠിപ്പിച്ച ഒരു ചിന്തയുണ്ട്. റബിമാരുടെ അന്നത്തെ പഠിപ്പീരികൾ അവരെങ്ങനെ പഠിപ്പിച്ചെന്നറിയാമോ? അബ്രഹാം ജാതിയിൽ നിന്ന് ആദ്യമായി സത്യവിശ്വാസം സ്വീകരിച്ചു വന്ന വ്യക്തിയാണ്. അവിടെ മുതൽ ചരിത്രം രണ്ടായിട്ട് പിരിയുക. ജാതികൾ ഒരു വശത്തും അബ്രഹാമിന്റെ സന്തതികൾ ഒരു വശത്തും. ഇവര് തമ്മിൽ ഒരിക്കലും ചേരുകയില്ല, ഒരു ബന്ധമില്ല എന്നാണ് ആര് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്? റബിമാര് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ പൗലോസ് ഇവിടെ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? ജാതികളും യഹൂദന്മാരും വിശ്വാസത്തിന്റെ നീതീകരണത്തിലൂടെ ഒന്നായി ചേരുകയാണ്. ക്രിസ്തുവിൽ ഒന്നായി ചേരുക. യവനനെന്നും വ്യത്യാസമില്ല, യഹൂദനെന്നും വ്യത്യാസമില്ല. ആരെല്ലാം അബ്രഹാമിന്റെ വിശ്വാസം ഉള്ളവരായി ക്രിസ്തേശുവിലൂടെ നീതീകരണം നടക്കുമോ അവിടെ വിഭജനമല്ല, ഒത്തുചേരലാണ്, ഒന്നായിത്തീരുകയാണ്. അപ്പൊ യഹൂദ റബിമാര് പഠിപ്പിച്ചു ജാതികളും യഹൂദന്മാരും തമ്മിൽ ഒരിക്കലും ഒന്നാകില്ല, അവർക്ക് രണ്ട് രീതിയിലേ പോകത്തുള്ളൂ. പക്ഷെ പൗലോസ് പറയുകയാണ്, ആരെല്ലാം യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ അബ്രഹാമിന്റെ വിശ്വാസം പോലെ വിശ്വാസമുള്ളവരായി കർത്താവിനെ സ്വീകരിക്കുന്നുവോ, അത് ജാതിയാണേലും യഹൂദന്മാരാണേലും അവര് ക്രിസ്തുവിൽ ഒന്നായി തീരുന്നുവെന്ന് പഠിപ്പിക്കുകയാണ്. അപ്പൊ ഇവിടെ രണ്ടു കൂട്ടരും ഒന്നായി തീരുന്നുവെന്ന് പൗലോസ് പഠിപ്പിക്കുന്നു. ഇനി ഇവിടെ പൂർവ്വപിതാവായ അബ്രഹാം എന്ന് പറയുമ്പോൾ 17-ാം വാക്യത്തിൽ പറയുന്നത് അവൻ നമുക്കെല്ലാവർക്കും പിതാ, അവൻ നമുക്കെല്ലാവർക്കും പിതാ. അപ്പോ പൂർവ്വപിതാവായ അബ്രഹാം ജഡപ്രകാരം ഇസ്രയേൽ യഹൂദന്മാരുടെ പിതാവാണെങ്കിലും വിശ്വസിക്കുന്ന എല്ലാവരുടെയും പിതാവാണ് ആര്? അബ്രഹാം. ഇനി 2-ാം വാക്യത്തിൽ പറയാം, പ്രവർത്തിക്കുന്നതിനാൽ ഒരിക്കലും അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടുവെങ്കിൽ അവന് പ്രശംസിപ്പാൻ എന്തുണ്ട്? സംഗതിയുണ്ട്. അതിന്റെ അർത്ഥം എന്നാ? അവൻ പ്രവർത്തിച്ച് നേടിയതല്ല നീതീകരണം, മറിച്ച് വിശ്വാസത്താലാണ് അബ്രഹാം നീതീകരണം പ്രാപിച്ചത്. ഇനി 3 മുതൽ 5 വരെ വാക്യങ്ങളിൽ പറയുക, തിരുവെഴുത്ത് പറയുന്നു. നമുക്ക് ഇമ്പോർട്ടൻസ് റബിമാര് പറയുന്നതോ അവര് പറയുന്നതോ ഇവര് പറയുന്നതോ ഒന്നും അല്ല. തിരുവെഴുത്ത് എന്താ പറയുന്നത്? അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. അപ്പൊ തിരുവെഴുത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. തിരുവെഴുത്തെന്ന് പറയുന്നത് ജീവനുള്ള ദൈവത്തിന്റെ ശബ്ദമാണ്. ജീവനുള്ള ദൈവത്തിന്റെ ശബ്ദമാണ് എന്ത്? തിരുവെഴുത്തെന്ന് പറയുന്നു. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ഇനി അബ്രഹാമിനോട് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ പല പ്രാവശ്യം പറയുന്നുണ്ട്. കുറഞ്ഞ ധാരാളം പ്രാവശ്യമുണ്ട്. ഞാൻ അവിടെ റെഫറൻസോ ആ കാര്യങ്ങളൊക്കെ വിട്ടിട്ട് സമയം വളരെ ഓടിപ്പോകും എന്നുള്ളത് കൊണ്ട് ഞാൻ അവിടേക്ക് അങ്ങ് പല പ്രാവശ്യം ദൈവീയ വാഗ്ദാനം അബ്രഹാമിനോട് പറയുന്നുണ്ട്. ഈ സ്ഥലങ്ങൾ അഥവാ നമ്മള് അവിടെ പറയുന്നത് എന്തുവാണ്? അവിടെ താഴോട്ട് വായിക്കുമ്പോൾ നമുക്കറിയാം, അവന് വാഗ്ദത്തം കിട്ടി എന്ന് പറയുന്നുണ്ട്. ഈ വാഗ്ദത്തം എന്ന് പറയുന്നത് കനാനും അതോടൊപ്പം തന്നെ സന്തതി ഉണ്ടാകുമെന്നൊക്കെയുള്ള വാഗ്ദത്തമാണ്. ഈ വാഗ്ദത്തം കിട്ടുന്നത് പരിച്ഛേദനയ്ക്ക് മുമ്പ് തന്നെ പല പ്രാവശ്യവും കിട്ടുന്നുണ്ട്. പോട്ടെ. അപ്പൊ ഇവിടെ ഈ 3 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കണക്കിടുന്നു 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 എന്നുള്ളത് എത്ര പ്രാവശ്യം കാണാമെന്നറിയാമോ? 6 പ്രാവശ്യം എന്ത് ചെയ്യുന്നു? റെക്കൻഡ് എന്നുള്ളൊരു പദം 6 പ്രാവശ്യം നമ്മൾ വായിക്കുന്നുണ്ട്. 2 രീതിയിലാണ് കണക്കിടുന്നത്. ഒന്ന്,
കൂലിയായിട്ട് കണക്കിടുന്നു. വേജസ്, അത് ഏൺ ചെയ്യുന്നതാ. ഇപ്പൊ ഒരു ദിവസം നമ്മള് എവിടെയെങ്കിലും പോയി ജോലി ചെയ്തു, 8 മണിക്കൂർ ജോലി ചെയ്തു, മണിക്കൂറിന് ഇത്ര ഡോളർ എന്നും പറഞ്ഞ് തരിക. അത് നമ്മളെ കൃപയായിട്ട് തരുന്നതല്ല, പിന്നെ അതെന്ത് ചെയ്യുന്നതാ? ഏൺ ചെയ്യുന്നതാ. എന്നാൽ ഇവിടെ പറയുന്നു മറ്റൊന്ന് ഗിഫ്റ്റാണ്. അത് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്, കൃപയായിട്ട് കിട്ടുന്നതാണ്, കടമായിട്ട് കിട്ടുന്നതല്ല എന്ന് നമുക്ക് ഈ ഭാഗം വായിക്കുമ്പോൾ അത് 4-ാം വാക്യത്തിന്റെ വ്യാഖ്യാനമാണ്. എന്നാൽ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല, കടമായിട്ട് അത്രേ. ഇനി 5-ാം വാക്യത്തിൽ പറയുക, പ്രവർത്തിക്കാത്തവനും അഭക്തനുമായവനെ നീതീകരിക്കുന്ന ദൈവത്തിൽ അബ്രഹാം വിശ്വസിച്ചു. അവന് കൃപയുള്ള ദൈവത്തിൽ എന്ത് ചെയ്തു? വിശ്വസിച്ചു. അവനെ വിശ്വാസത്താൽ ദൈവ കൃപയും നീതീകരണവും എന്ത് ചെയ്തു? പ്രാപിച്ചു. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അന്ന് റവിമാര് പഠിപ്പിച്ചത്, ഈ പരിച്ഛേദനയേറ്റ ഒരുവൻ നരകത്തിൽ പോകാൻ സാധ്യതയുണ്ടെങ്കിൽ അബ്രഹാം അവിടെ ചെന്ന് രക്ഷിച്ചവനെ സ്വർഗത്തിലെത്തിക്കും. രണ്ടാമത്തെ കാര്യം, ഈ ഒരുവൻ അഥവാ നരകത്തിൽ പോയാൽ പോലും പരിച്ഛേദന മാറ്റി അഗ്രചർമ്മിയായിട്ട് മാത്രമേ നരകത്തിൽ വിടത്തുള്ളൂ. അപ്പൊ അവരെ പ്രാധാന്യം കൊടുത്തത് ഒരു യഹൂദനും എന്ത് ചെയ്യത്തില്ല, നരകത്തിൽ പോത്തില്ല. തക്ക സമയത്ത് അബ്രഹാമിന് മടിയല്ലേ, അബ്രഹാം പിതാവ് രക്ഷിക്കും. അഥവാ അങ്ങ് മൂത്ത കള്ളന ആണെങ്കില് അവൻ നരകത്തിൽ പോയേ പറ്റുമെങ്കിൽ അവനെ പരിച്ഛേദന ഏറ്റവനെ പോലെ വിടത്തില്ല. അഗ്രചർമ്മിയായിട്ട് മാത്രമേ, അതങ്ങ് മായ്ച്ചു കളഞ്ഞിട്ട് അഗ്രചർമ്മിയായിട്ട് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, വിടത്തുള്ളൂ എന്ന് റവിമാരെന്ത് ചെയ്യുമായിരുന്നു? പഠിപ്പിക്കുമായിരുന്നു. പക്ഷെ ഇവിടെ അബ്രഹാമിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന അവരോട് കൃപയാൽ മാത്രമാണ് അബ്രഹാം രക്ഷിക്കപ്പെട്ടതെങ്കിൽ, നീതീകരണം പ്രാപിച്ചതെങ്കിൽ, അബ്രഹാം പോലും കൃപയാലാണ് നീതീകരണം പ്രാപിച്ചതെങ്കിൽ പാപിയുടെയും അഭക്തന്റെയും ഗതി എന്താവും എന്ന് പത്രോസ് ചോദിക്കുന്നത് പോലെ നമ്മൾ കൃപയാലാണ് നീതീകരിക്കപ്പെടുന്നത്, നമ്മൾ കൃപയാലാണ് രക്ഷപ്പെടുന്നതെങ്കിൽ അഭക്തന്റെയും പാപിയുടെയും ഗതി എന്താകും എന്ന് പൗലോസ് ചോദിക്കുന്നത് പോലെ അബ്രഹാം കൃപയാലാണ് നീതീകരിക്കപ്പെട്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ കാര്യം എങ്ങനെയാണ് എന്ന് പൗലോസ് അർത്ഥാൽ ഇവിടെ ചോദിക്കുകയാണ്. അപ്പൊ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ് ഇതുവരെ നമ്മൾ ചിന്തിച്ചത്. അത്രയും പറഞ്ഞിട്ട് അബ്രഹാമില് നിന്ന് ദാവീദിലേക്ക് തിരികെ, അബ്രഹാമിന്റെ കാര്യം കഴിഞ്ഞിട്ട് ദാവീദിലേക്ക് തിരികെ. അതിന്റെ പശ്ചാത്തലം 32-ാം സങ്കീർത്തനമാണ്. 32-ാം സങ്കീർത്തനം എഴുതിയത് പാപമോചനം കിട്ടിയപ്പോഴാണ്. ആ പാപമോചനം ഉള്ള സങ്കീർത്തനം എഴുതാൻ കാരണം 51-ാം സങ്കീർത്തനമാണ്. 51-ാം സങ്കീർത്തനത്തില് ഒരാൾ പാപം ചെയ്താൽ അന്നത്തെ കാലത്ത് എന്താ ചെയ്യേണ്ടത്? ഹോമയാഗവും പാപയാഗവും ഒക്കെ അർപ്പിക്കുക. ദാവീദ് പാപമോചനം പ്രാപിച്ചത്, ഞാൻ പെട്ടെന്ന് പോട്ടെ, അബ്രഹാം പാപമോചനം പ്രാപിച്ചത് യാഗം കഴിച്ചിട്ടാണോ? അല്ല, സോറി, ദാവീദ് പറയുക, ഹോമയാഗോ അനനയാഗോ നീ ഇച്ഛിച്ചില്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? അർപ്പിക്കുമായിരുന്നു. പക്ഷെ തകർന്ന് നുറുങ്ങിയുള്ള ഹൃദയത്തെ നീ നിരസിക്കുകയില്ല. 51-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ പറയാം, ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു, നീ എന്റെ അകൃത്യങ്ങളെയൊക്കെ എന്ത് ചെയ്തു? ക്ഷമിച്ചു. അപ്പോൾ ദാവീദ് ലംഘനം ക്ഷമിച്ചും പാപം മറച്ചപ്പെട്ടവനായി മാറിയത് എങ്ങനെയാണ്? യാഗം കഴിച്ചാണോ? അല്ല. ന്യായപ്രമാണം എന്താ പറയുന്നു? പാപം ചെയ്യുന്ന ദേവി ഹോമയാഗോ പാപയാഗോ ഒക്കെ കഴിക്കണം. പക്ഷെ ദാവീദ് എങ്ങനെയാണ് പാപമോചനം പ്രാപിച്ചത്? യാഗത്തിലൂടെയാണോ? അല്ല. കർമ്മത്തിലൂടെയാണോ? അല്ല. പ്രവൃത്തിയിലൂടെയാണോ? അല്ല. പിന്നെ എങ്ങനെയാണ്? പാപമേറ്റു പറഞ്ഞ് അനുതാപത്തിലൂടെ, പാപം ക്ഷമിക്കുന്നതിലുള്ള ദൈവത്തിലുള്ള വിശ്വാസത്തിലൂടെ. അപ്പോ ദാവീദും പാപമോചനം പ്രാപിച്ച എങ്ങനെയാണ്? പ്രവൃത്തിയാലല്ല, വിശ്വാസത്താൽ. കർമ്മത്താലല്ല, വിശ്വാസത്താൽ. അതവനെ നീതിയായി എന്ത് ചെയ്തു? കണക്കിട്ടു. പാപമാ കണക്കിടേണ്ടത്, പക്ഷേ ദൈവം കണക്കിട്ടത് നീതിയാണ്. എന്തുകൊണ്ടാ? അവന് കർത്താവിൽ വിശ്വസിച്ച് പാപം ഏറ്റു പറഞ്ഞപ്പോൾ ദൈവം അത് നീതിയായിട്ട് എന്ത് ചെയ്തു? കണക്കിട്ടു. ഇപ്പൊ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ അബ്രഹാമിനെയും ദാവീദിനെയും എടുത്തു കാട്ടി ന്യായപ്രമാണത്തിന് മുമ്പുള്ള അബ്രഹാം നീതീകരിക്കപ്പെട്ടത് പ്രവൃത്തിയാലല്ലെന്നും വിശ്വാസത്താലാണെന്നും
ന്യായപ്രമാണ കാലത്ത് ജീവിച്ചിരുന്ന ദാവീദ് നീതീകരിക്കപ്പെട്ടത് പ്രവൃത്തിയാലല്ല വിശ്വാസത്താലാണെന്ന് സ്ഥാപിക്കുകയാണ്. ഇനിയും 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ അബ്രഹാം നീതീകരിക്കപ്പെട്ടത് പ്രവൃത്തിയാലല്ല, പരിച്ഛേദനയാലല്ല വിശ്വാസത്താൽ അത്രയെന്ന് സ്ഥാപിക്കുകയാണ്. പരിച്ഛേദനയാലല്ല വിശ്വാസത്താലാണെന്ന് സ്ഥാപിക്കുകയാണ്. അപ്പൊ 1 മുതൽ 16 വരെയുള്ള 6 വരെയുള്ള വാക്യങ്ങളിൽ പ്രവൃത്തിയാലല്ലെന്ന് നമ്മൾ കണ്ടു. അപ്പൊ ചോദ്യം ചോദിക്കാം, എന്നാ പിന്നെ പരിച്ഛേദനയാലായിരിക്കും. ഇവിടെ 9-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഈ ഭാഗ്യവർണ്ണനം പരിച്ഛേദനയ്ക്കോ, അപ്പൊ പരിച്ഛേദനയാലാണോ എന്ന് വേണേ എന്ന് എന്ത് ചെയ്യാം, ചോദിക്കാം. അതിന്റെ ഉത്തരമാണ് ഇവിടെ പറയുന്നത്. അത് മാത്രമല്ല, 3-ാം അധ്യായത്തിന്റെ അവസാനത്തിൽ 2-ാമത്തെ ചോദ്യം നമ്മൾ കാണുന്നുണ്ട്, യഹൂദന്മാരുടെ മാത്രമോ, ദൈവം മാത്രമോ? അതിന്റെ ഉത്തരം ഈ ഭാഗത്ത് എന്ത് ചെയ്യുക, തരികയാണ്. ഞാൻ പറഞ്ഞല്ലോ, അബ്രഹാമിന്റെ പ്രതിത്വത്തിൽ അവര് പ്രശംസിച്ചിരുന്നു. അതുപോലെ പ്രശംസിച്ച മറ്റൊരു കാര്യമാണ് പരിച്ഛേദനയിൽ അവരെന്ത് ചെയ്തു, അവരെ പ്രശംസിച്ചിരുന്നു. അബ്രഹാം എപ്പോഴാണ് നീതീകരിക്കപ്പെട്ടത്? പരിച്ഛേദന ഏറ്റു കഴിഞ്ഞാണോ ഏക്കുന്നതിന് മുമ്പാണോ? ഏക്കുന്നതിന് മുമ്പാണ്. അതായത് 15-ാം അധ്യായം 6-ാം വാക്യത്തിലാണ് നമ്മൾ വായിക്കുന്നത്, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. അതേത് അധ്യായത്തിലാ? 15-ാം അധ്യായം 6-ാം വാക്യത്തിലാണ്. എന്നാൽ പരിച്ഛേദന ഏക്കുന്ന ഏത് അധ്യായത്തിലാ? 17-ാം അധ്യായം അതിന്റെ 10-ാം വാക്യവും 24-ാം വാക്യവും ഒക്കെ വായിക്കുമ്പോൾ പരിച്ഛേദന ഏക്കുന്നത് 17-ാം അധ്യായത്തിലാണ്. അപ്പൊ പരിച്ഛേദന ഏക്കുന്നതിന് മുമ്പ് ആര് നീതീകരിക്കപ്പെട്ടു? അബ്രഹാം നീതീകരിക്കപ്പെട്ടു. അപ്പൊ പരിച്ഛേദനയാലാണോ നീതീകരിക്കപ്പെട്ടത്? അല്ല. പിന്നെ എങ്ങനെയാ? വിശ്വാസത്താൽ. 15-ന്റെ 6 വായിക്കുന്നത് അങ്ങനെ, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. അപ്പൊ അബ്രഹാം, എന്നാ പിന്നെ പരിച്ഛേദന എന്തിനാ നൽകിയത്? അതൊരു മുദ്രയാണ്, അല്ലെങ്കിൽ ഒരു അടയാളമാണ്. അബ്രഹാമിന് അടയാളമാണ്, ഞാൻ ദൈവത്തിൻ്റെതാണ്, മറ്റുള്ളവരെ പോലെ ജീവിക്കേണ്ടവനല്ല എന്ന പരിച്ഛേദന അബ്രഹാമിന് അടയാളമായിരിക്കുമ്പോൾ അത് ജാതികൾക്കും അടയാളമാണ്. ഇവൻ നമ്മളെ പോലുള്ള ആളല്ല, പിന്നെ ഇവന് ഒരു വേർപെട്ടവനാണ്, നമ്മുടെ കൂട്ടല്ല, അവനെന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന് ജാതികൾക്കും അത് അടയാളമാണ്. അപ്പൊ അബ്രഹാമിനും അവനെ ദർശിക്കുന്ന ജാതികൾക്കും ഒരുപോലെ അടയാളമാണ് എന്ത്? അഗ്രചർമ്മം, അതെ, പരിച്ഛേദന എന്നുള്ളത്. സ്തോത്രം. അപ്പൊ ഇവിടെ നിന്ന് അബ്രഹാമിന് ഈ 2 അടയാളവും കിട്ടി, അല്ലെ 2 കാര്യവും കിട്ടി, 2 അനുഗ്രഹവും കിട്ടി. ഒന്ന്, ദൈവത്തിൻ്റെതാണ് എന്നുള്ള അർത്ഥത്തിൽ പരിച്ഛേദനയും കിട്ടി, വിശ്വാസത്താൽ അവൻ എന്തോ കിട്ടി? നീതീകരണവും കിട്ടി. അവന് നീതീകരണവും കിട്ടി, അതുപോലെ തന്നെ പരിച്ഛേദനയും കിട്ടി. അത് മാത്രമല്ല, ഈ ഭാഗത്ത് പറയുന്നു, അബ്രഹാം ബഹുജാതികൾക്ക് പിതാവായിരിക്കും എന്നുള്ള വാഗ്ദത്തം കിട്ടുന്നത് എപ്പോഴാണ്? പരിച്ഛേദന ഏറ്റ ശേഷമാണോ ഏക്കുന്നതിന് മുമ്പാണോ? പൗലോസ് പറയുന്നു ഏക്കുന്നതിന് മുമ്പാണ്. പരിച്ഛേദന ഏൽക്കുന്നതിന് മുമ്പാണ് അബ്രഹാം എന്ത് ചെയ്യുന്നത്? ബഹുജാതികൾക്ക് പിതാവാകും എന്ന് പറയുന്നത്. അതായത് 12-ാം അധ്യായം 3-ാം വാക്യത്തിൽ നിങ്ങളെ സകല ജാതികളും നിന്നാൽ എന്ത് ചെയ്യും? അനുഗ്രഹിക്കപ്പെടും. 17-ാം വാക്യത്തിൽ, 17-ാം അധ്യായം 4-ാം വാക്യത്തിൽ നിന്റെ പേര് ഞാൻ മാറ്റുക, അബ്രഹാം ഇനി ബഹുജാതികൾക്ക് എന്ത് ചെയ്യും? പിതാവാം. അത് കഴിഞ്ഞ് 10-ാം വാക്യത്തിലും 24-ാം വാക്യത്തിലും ഒക്കെയാണ് കർമ്മത്തിലേക്ക് കടക്കുന്നത്. അപ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അബ്രഹാമിന് പരിച്ഛേദന ഏറ്റ ശേഷമല്ല ബഹുജാതികൾക്ക് പിതാവാകും എന്നുള്ള വാഗ്ദത്തം കിട്ടിയത്, അഗ്രചർമ്മത്തിൽ ഇരിക്കുമ്പോൾ തന്നെയാണ്. അപ്പോൾ ജാതികൾക്കും വിശ്വസിക്കുന്ന ഏവർക്കും അബ്രഹാമിനെ എങ്ങനെ വിളിക്കാം? പിതാവെന്ന് വിളിക്കാം. അത് അബ്രഹാം അതെ യഹൂദന്മാർക്ക് മാത്രമുള്ള പിതാവല്ല എന്ന് ഇവിടെ അദ്ദേഹം സ്ഥാപിക്കുകയാണ്. അവർ പറയുകയാണ്, വിശ്വാസിയുടെ പിതാവിന്റെ പാത പിന്തുടരുന്ന ഏവർക്കും അതിന്റെ അഗ്രചർമ്മത്തിലുണ്ടായ 11-ാം വാക്യത്തിന്റെ വ്യാഖ്യാനം പരിച്ഛേദന മാത്രമുള്ളവരല്ല,
നമ്മുടെ പിതാവായ അബ്രഹാമിന് അഗ്രചർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസത്തെ അനുഗമിക്കുന്നവരായ പരിച്ഛേദനക്കാർക്കും അവൻ ആരാണ്? പിതാവാ. 12-ാം വാക്യത്തിൽ നമ്മളത് വായിക്കുന്നു. ഇനി നമ്മൾ 13 മുതൽ 12-ാം വാക്യത്തിന്റെ 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങളുടെ അർത്ഥം, അബ്രഹാം പരിച്ഛേദനയാലല്ല നീതീകരിക്കപ്പെട്ടത്, വിശ്വാസത്താലാണ്. അതുപോലെ തന്നെ ബഹുജാതികൾക്ക് പിതാവായിരിക്കുമെന്ന് അദ്ദേഹം വാഗ്ദത്തം പ്രാപിച്ചത് പരിച്ഛേദന ഏറ്റ ശേഷമല്ല, അഗ്രചർമ്മിയായി ഇരിക്കുമ്പോൾ തന്നെയാണ്. അതുകൊണ്ട് ആരെല്ലാം അബ്രഹാമിന്റെ വിശ്വാസത്തെ അനുഗമിക്കുമോ അവർക്കെല്ലാം അബ്രഹാം ആരാണ്? പിതാവാണ് എന്ന് 12-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. ഇനി നമ്മൾ 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ പോവുകയാണ്. 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ പ്രവൃത്തിയാലല്ല നീതീകരണം എന്ന് കണ്ടു. 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ പരിച്ഛേദനയാലല്ല നീതീകരണം, വിശ്വാസത്താലാണ് എന്ന് കണ്ടു. ഇവിടെ നമ്മൾ കാണുന്നത് ന്യായപ്രമാണത്താലല്ല നീതീകരണം, പിന്നെ എങ്ങനെയാണ്? വിശ്വാസത്താലാണ്. ന്യായപ്രമാണത്താലല്ല നീതീകരണം, പിന്നെ എങ്ങനെയാണ്? വിശ്വാസത്താലാണ് എന്ന് നമ്മൾ ഈ ഭാഗങ്ങളിൽ കാണുകയാണ്. അപ്പോ അബ്രഹാമിനും സന്തതിക്കും വാഗ്ദത്തം വന്നത് ന്യായപ്രമാണത്താലല്ല, അത് വിശ്വാസത്തിന്റെ നീതിയാലാണെന്ന് ഇവിടെ സ്ഥാപിക്കുകയാണ്. എന്താ വാഗ്ദത്തം? അവിടെ എഴുതിയിട്ടുണ്ട് ഇല്ലേ? 13-ാം വാക്യത്തിൽ എഴുതി ലോകാവകാശി ആകുമെന്നുള്ള വാഗ്ദത്തം. ലോക അവകാശി ആകുമെന്നുള്ള വാഗ്ദത്തമാണ് എന്ത് ചെയ്യുന്നത്? അബ്രഹാമിനൊക്കെ കിട്ടിയത്. എന്താ ഈ ലോകാവകാശി എന്നുള്ളത്? അക്ഷരാർത്ഥത്തിലെ ഈ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന നിങ്ങൾ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. സകല ജാതികളും. അത് സെപ്റ്റിജന്റ് വേർഷനിലെ അവർ ഈ പദാനുപത വ്യാഖ്യാനമല്ല, ആശയത്തിനാണ് കൂടുതലും വ്യാഖ്യാനം കൊടുത്തേക്കുന്നത്. ഒരു വാക്യം എടുത്താൽ അതിന്റെ ആശയത്തിനാണ് സെപ്റ്റിജന്റ് വേർഷനിൽ കൂടുതൽ ആശയം കൊടുത്തത്. അതിൽ നിന്നുള്ള പരിഭാഷയിലേക്ക് പൗലോസ് എടുത്തപ്പോൾ ജാതികൾ എന്നുള്ളത് എങ്ങനായി? ലോകാവകാശി എന്നായി. അതുകൊണ്ടാണ് അവിടെ ലോകാവകാശി എന്ന് നമ്മൾ കാണുന്നത്. അത് ലഭിച്ചത് എപ്പോഴാ? പരിച്ഛേദന ഏറ്റപ്പോഴാണോ? അല്ല, പരിച്ഛേദനയ്ക്ക് മുമ്പ് തന്നെ വാഗ്ദത്തം ആർക്ക് ലഭിച്ചു? അബ്രഹാമിന് കിട്ടി. ഇനി ന്യായപ്രമാണം ലഭിച്ച ശേഷമാണോ? അല്ല, ന്യായപ്രമാണം ലഭിക്കുന്നതിന് 450 വർഷം മുമ്പാണ് ആര് ജീവിച്ചിരുന്നത്? അബ്രഹാം ജീവിച്ചിരുന്നത്. അപ്പോൾ 13-ാം വാക്യത്തിൽ കാണുന്ന അബ്രഹാമിനും അവന്റെ സന്തതിക്കും എന്നത് അബ്രഹാമിന് ലോകാവകാശി എന്നുള്ള വാഗ്ദത്തം അബ്രഹാമിനോ അവന്റെ സന്തതിക്കോ എന്ന് വായിക്കുന്നത് ഏകവചനമാണ് അല്ലേ? സന്തതി എന്ന് പറയുന്നത് സന്തതികൾ എന്നല്ല, സന്തതി എന്ന. ആ സന്തതി എന്നുള്ളത് ആരെ അർത്ഥമാക്കുന്നത്? മെശിഹായെ അഥവാ ക്രിസ്തുവിനെയാണ്. ക്രിസ്തുവിനെ കുറിക്കുന്ന പദമാണ്. ഇപ്പൊ ലോകത്തിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുന്നത് ക്രിസ്തുവിലൂടെയാണ്. ക്രിസ്തുവിലൂടെയാണ്. നമുക്കറിയാം, സ്വർഗത്തിൽ ഒരു പാട്ടൊക്കെ ഉണ്ടില്ലേ? സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എല്ലാവരും കിരീടങ്ങൾ താഴെ ഇട്ടുകൊണ്ട് പാടുന്നത് എങ്ങനെയാ? കുഞ്ഞാടി നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തമൂലം ഗോത്രങ്ങളിലും ഭാഷകളിലും വംശങ്ങളിലും ജാതികളുമുള്ള ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി. അപ്പൊ സകല ജാതികളും ആരാലാ അനുഗ്രഹിക്കപ്പെടുന്നത്? സന്തതിയാൽ. സന്തതി എന്ന് പറഞ്ഞിട്ടുള്ളത് ആരെയാ? അബ്രഹാമിന്റെ മകനായ ഇസാക്കിനെ അല്ല, പിന്നെയോ ക്രിസ്തുവിനെയാണ് അവിടെ അർത്ഥമാക്കുന്നത്. അത് നമുക്ക് ഗലാത്യ ലേഖനത്തിലും വായിക്കാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ വ്യവസ്ഥ കൂടാതെ ലഭിക്കുന്ന ദൈവീയ വാഗ്ദത്തം, ദൈവീയ കോപത്തിന് കാരണമാകുന്ന ന്യായപ്രമാണം, ഇത് തമ്മിൽ ബന്ധമൊന്നും ഇല്ല. ദൈവവാഗ്ദത്തം കൃപാദാനമാണ്. ന്യായപ്രമാണം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും വാഗ്ദത്തം ചെയ്ത ദൈവത്തെ വിശ്വസിച്ച് ഒരുപോലെ എന്തോ പ്രാപിക്കാം? വാഗ്ദത്തം പ്രാപിക്കാം. അപ്പോൾ വാഗ്ദത്തം പ്രാപിപ്പാനുള്ള ഉപാധി പ്രവർത്തിച്ച് പ്രാപിക്കുകയല്ല, പിന്നെയോ വിശ്വസിച്ച് പ്രാപിക്കുകയാണ്. അതാണ് അതിൻ്റെ 1 മുതൽ 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളുടെ സാരാംശം.
അതുകൊണ്ട് കൃപാദാനം എന്ന് വരേണ്ടതിന് വിശ്വാസത്താൽ എത്ര അവകാശികളാകുന്നത്? വാഗ്ദത്തം സകല ജാതികൾക്കും ന്യായപ്രമാണം ഉള്ളവർക്ക് മാത്രമല്ല, അബ്രഹാമിന്റെ വിശ്വാസം ഉള്ളവർക്കൂടെ ഉറപ്പിക്കേണ്ടതിന് തന്നെ. അപ്പൊ അവിടെ പറയുകയാണ്, അവന് എല്ലാവർക്കും എന്താണ്? വാഗ്ദത്തം പ്രാപിക്കാം. വിശ്വസിക്കുന്ന എല്ലാവർക്കും വാഗ്ദത്തം പ്രാപിക്കാം. ന്യായപ്രമാണ കാലത്ത് ലഭിച്ചാൽ പ്രവർത്തിച്ച് നേടുക എന്നുള്ളതിനേക്കാൾ ഉപരി അവിടെയും ലഭിക്കുന്നത് കൃപയാലാണ്. ഇപ്പൊ ന്യായപ്രമാണം പാലിക്കുക, പാലിച്ചില്ലെങ്കിൽ അഥവാ ദൈവകോപം വരും. എന്നാൽ കൃപ എന്ന് പറയുന്നത് വാഗ്ദത്തം നൽകുന്നു, വിശ്വസിക്കുക, അനുഗ്രഹം പ്രാപിക്കുക. അപ്പൊ കൃപ അതേ പുതിയ നിയമം അല്ലെ ദൈവത്തിലുള്ള വചനം പറയുന്നത് വിശ്വസിക്കുക, നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കുക. പഴയ നിയമം പറയുന്നു പാലിക്കുക, പ്രവർത്തിക്കുക, അനുഗ്രഹം പ്രാപിക്കുക, രക്ഷപ്പെടുക. പുതിയ നിയമം പറയുന്നു വിശ്വസിക്കുക, രക്ഷപ്പെടുക. അബ്രഹാം വിശ്വസിച്ചാണ് നീതീകരണം പ്രാപിച്ചത്. ദാവീദ് പാപക്ഷമ പ്രാപിച്ചത് വിശ്വസിച്ചാണ്. ന്യായപ്രമാണ കാലത്ത് പോലും അങ്ങനെയാണ്. ഇനി അബ്രഹാം ബഹുജാതികൾക്ക് പിതാവ് ആകുമെന്ന് പറയുന്നത് പരിച്ഛേദനയുടെ ഏറ്റ ശേഷമല്ല, പരിച്ഛേദനയ്ക്ക് മുമ്പ് തന്നെയാണ്. അവനാൽ സകല ജാതി അവൻ അബ്രഹാമിനാലും സന്തതിയാലും സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന് പറയുന്നത് ഇസഹാക്കിന്റെ കാര്യമല്ല, മറിച്ച് സന്തതി എന്ന് അവിടെ പറഞ്ഞിട്ടുള്ളത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. യേശുക്രിസ്തു മുഖാന്തരം സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുന്നു എന്നാണ് അവിടെ പറഞ്ഞതിന്റെ അർത്ഥം. ന്യായപ്രമാണം കോപത്തിന് ഹേതുവാകുന്നു. ന്യായപ്രമാണം ഇല്ലാത്തടത്ത് ലംഘനവും ഇല്ലെന്നാണ് 15-ാം വാക്യം വായിക്കുക. അതിന്റെ അർത്ഥം ന്യായപ്രമാണം കിട്ടി, നമ്മളത് പാലിക്കണം, പ്രവർത്തിക്കണം. വിശ്വസിക്കുകയല്ല, പ്രവർത്തിക്കണം. പ്രവർത്തിച്ച് തെറ്റിപ്പോയാൽ നമുക്ക് കിട്ടുന്നത് എന്തുവാ? കോപമാ. അതാ പറഞ്ഞ ന്യായപ്രമാണമോ കോപത്തിന് ഹേതുവാകുന്നു. ന്യായപ്രമാണം പാലിക്കാൻ ആർക്കും കഴിയുകയില്ല, എല്ലാവരും പരാജയപ്പെട്ടു പോകും. എന്തുകൊണ്ട്? ഒന്നി തെറ്റിയാൽ സകലത്തിലും തെറ്റിപ്പോയി. അതുകൊണ്ട് ന്യായപ്രമാണം കോപത്തിന് ഹേതുവാകുമ്പോൾ കൃപ അനുഗ്രഹത്തിലേക്ക്, നീതീകരണത്തിലേക്ക് നമ്മെ നയിക്കുന്നു. അതുകൊണ്ട് കൃപാദാനം എന്ന് പറയേണ്ടതിന് വിശ്വാസത്താൽ അത്ര അവകാശികൾ ആകുന്നത്. വാഗ്ദത്തം സകല സന്തതിക്കും ന്യായപ്രമാണമുള്ളവർക്ക് മാത്രമല്ല, അബ്രഹാമിന്റെ വിശ്വാസം കൂടെ ഉള്ളവർക്ക് ഉറപ്പാകേണ്ടതിന് തന്നെ. അപ്പൊ അവിടെ പറയുന്നത് ചില വിശാലമായി ചിന്തിക്കുമ്പോൾ നമുക്ക് ഇച്ചിരി പഠിക്കാം. പക്ഷേ അവിടെ വിശ്വസിക്കുന്നവർക്കാണ് എന്തോ കിട്ടുന്നത്? നീതീകരണം കിട്ടുന്നത്. പോട്ടെ, ഞാൻ ഇനിയും 17 മുതലുള്ള വാക്യങ്ങളിലേക്ക് പോവുകയാണ്. 17 മുതലുള്ള വാക്യങ്ങളിൽ അവിടെ പറയുന്നത് അബ്രഹാം എല്ലാവർക്കും പിതാവാണ്. യഹൂദന്മാർക്ക് മാത്രമല്ല, യവനന്മാർക്കും പിതാവാണ്. എല്ലാവർക്കും. യവനന്മാരെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന യവനന്മാർ, വിശ്വസിക്കുന്നവർക്ക് പിതാവാണ്. അതിൽ ആരൊക്കെ ഉൾപ്പെടും? അഗ്രചർമ്മികൾ ഉൾപ്പെടും, പരിച്ഛേദനക്കാർ ഉൾപ്പെടും. ആരെല്ലാം വിശ്വസിക്കുന്നുവോ അവരെല്ലാം ഉൾപ്പെടും. ഇനിയും അവിടെ നമ്മൾ 17-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ മരിച്ചവനെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും ആരാ? പിതാവാകേണ്ടത് തന്നെ. ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പോ ദൈവദൃഷ്ടിയിൽ ലോകം ഒരുപക്ഷെ ദൈവത്തിന്റെ മക്കളാണ്, അബ്രഹാമിന്റെ പിതാവാണെന്ന് യഹൂദന്മാർ സമ്മതിച്ചില്ലെങ്കിലും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവര് ആരാണ്? ദൈവത്തിന്റെ, അബ്രഹാമിന്റെ മക്കളാണ്. കാര്യം ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിട്ടുള്ളത് നമ്മൾ മേല് വായിച്ചു. അത് അഗ്രചർമ്മത്തിലിരിക്കുമ്പോൾ കിട്ടിയ വാഗ്ദത്തമാണ്. ക്രിസ്തേശുവിലൂടെയാണ് അതെന്ത് ചെയ്യുന്നത്? നിറവേറുന്നത്. ഇപ്പൊ അബ്രഹാമിന്റെ വിശ്വാസമുള്ള എല്ലാവർക്കും ആരാണ് പിതാവ്? അബ്രഹാമാണ് പിതാവ്. പിന്നെ നമ്മൾ 3 രീതിയിൽ പറയാറുണ്ട്. വിശ്വാസികളുടെ പിതാവാണ് അബ്രഹാം, ഇസ്മായേലരുടെ പിതാവാണ് അബ്രഹാം, യഹൂദന്മാരുടെ പിതാവാണ് അബ്രഹാം എന്ന് നമ്മൾ പറയാറുണ്ട്. സത്യമാണ്. അതെങ്കിലും ബൈബിള് പറയുന്നത്, അഥവാ പൗലോസ്ലീഹ ഇവിടെ പറയുന്നത്
വിശ്വസിക്കുന്നവരുടെ, അബ്രഹാമിന്റെ വിശ്വാസം ആർക്കുണ്ടോ അവർ യേശുക്രിസ്തുവിലൂടെ, ക്രൂശുമരണത്തിലൂടെ ആരെ ദൈവത്തിന്റെ മക്കളായോ, അബ്രഹാമിന്റെ വിശ്വാസം ഉള്ളവർക്ക് ക്രൂശിന്റെ വിശ്വാസം ഉണ്ടാവുകയുള്ളൂ. അതാ മരിച്ചവരെ ജീവിപ്പിക്കുന്ന കർത്താവിലുള്ള വിശ്വാസം. നമ്മൾ എന്താ പറയുന്നത്? യേശു എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, നീതിക്കായി അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ ഹൃദയം കൊണ്ട് എന്ത് ചെയ്യുന്നു? വിശ്വസിക്കുന്നു. പാവണ്ട് എന്ത് ചെയ്യുന്നു? ഏറ്റു പറയും. അപ്പൊ അബ്രഹാമിന്റെ വിശ്വാസം നമുക്കുണ്ടോ? ഉണ്ട്. അതുകൊണ്ടല്ലേ നമ്മൾ രക്ഷിക്കപ്പെടുന്നു. അപ്പൊ അബ്രഹാമിന്റെ വിശ്വാസം ഉള്ളവർക്ക് എല്ലാവർക്കും എന്തോ ഉണ്ട്? അബ്രഹാം ആരാണ്? പിതാവാണ്. നമുക്കും ആരാണ്? പിതാവാണ്. സ്തോത്രം. ഇനി നമ്മൾ 17 മുതൽ 22 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ അബ്രഹാമിന്റെ വിശ്വാസത്തിന് ആധാരമായ ദൈവത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. എങ്ങനെയുള്ള ദൈവമാണ്? 2 കാര്യമാണ് പറയുന്നത്. ഒന്ന്, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവൻ. ഇല്ലേ? 17-ാം വാക്യത്തിൽ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവൻ. അപ്പൊ ദൈവത്തെക്കുറിച്ചുള്ള അബ്രഹാമിന്റെ അവബോധം, ഒന്ന് അവന്റെ ചിന്ത, ഒന്ന് ദൈവം ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവനാണ്. 2, മരിച്ചവനെ ജീവിപ്പിക്കുന്നവനാണ്. അപ്പൊ ഒന്ന്, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നത് എപ്പോഴാ? ക്രിയേഷൻ, ക്രിയേറ്ററാ. അല്ലേ? നമുക്കറിയാം, ഉളവാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, എല്ലാം ഉളവായി. ഇല്ലാത്തതെല്ലാം ഉളവായി. അപ്പൊ ക്രിയേഷനാണ്. മരിച്ചവരെ ഉയർപ്പിക്കുന്നത് എന്താണ്? റിസറക്ഷൻ. ഇല്ലേ? ക്രിയേഷനും റിസറക്ഷനും. ഇല്ലേ? അപ്പോൾ നമുക്കെല്ലാവർക്കും പിതാവാണെന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, അബ്രഹാമിന്റെ വിശ്വാസം എങ്ങനെയുള്ള ദൈവത്തിലായിരുന്നു? അല്ലെ, അബ്രഹാം വിശ്വസിച്ചത് ഏതുവിധ ദൈവത്തിലാണ്? ഒന്ന്, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ക്രിയേറ്ററായ ദൈവത്തിലും, മരിച്ചതിനെ ഉയർപ്പിക്കുന്ന, റിസറക്ഷൻ നൽകാൻ കഴിയുന്ന ദൈവത്തിലുമുള്ള വിശ്വാസമായിരുന്നു ആർക്ക് ഉണ്ടായിരുന്നത്? അബ്രഹാമിനുണ്ടായിരുന്നു. അക്ഷരാർത്ഥത്തിൽ ഇത് രണ്ടും മനുഷ്യനെ ഭയപ്പെടുത്തുന്നത്. മരണം മനുഷ്യനെ ഭയപ്പെടുത്തുന്നത്, ഓയിൽ അഥവാ കായോസ്, ശൂന്യത മനുഷ്യനെ ഭയപ്പെടുത്തുന്നത്. പക്ഷേ ഇതിൽ രണ്ടിന്മേലും അധികാരമുള്ളവനാണ് ദൈവമെന്ന് ആര് വിശ്വസിച്ചു? അബ്രഹാം വിശ്വസിച്ചു. ഇരമ്യ 32:17 പറയുന്നുണ്ട്, നിനക്ക് അസാധ്യമായത് ഒന്നുമില്ല, നീ ആകാശത്തെയും ഭൂമിയെയും എന്ത് ചെയ്തു? ഉണ്ടാക്കി. അപ്പോൾ ഇവിടെ വസ്തുക്കളുമേലല്ല വിശ്വാസം, പിന്നെ വ്യക്തിയുടെ മേല. അബ്രഹാമിന്റെ വിശ്വാസം ആരിലായിരുന്നു? ദൈവത്തിലായിരുന്നു. എങ്ങനെയുള്ള ദൈവത്തിലാണ്? ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവത്തിൽ. 2, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ. ആ ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള വിശ്വാസമായിരുന്നു അബ്രഹാമിന്. അല്ല പ്രവൃത്തി. ഞാൻ പറഞ്ഞ ഇന്ന് വിശ്വാസം എന്നതും ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. അതുകൊണ്ട് ഒരു മേശ നമുക്ക് സഭയ്ക്ക് വേണം. അതുകൊണ്ട് 4 കാലുള്ള ഈട്ടിത്തടിയിൽ പണിത ഒരു മേശ വിശ്വസിക്കുന്നൊക്കെ പറയുന്ന പഠിപ്പീരുണ്ട്. ആ ഒരു വിശ്വാസം അല്ല യഥാർത്ഥത്തിൽ. എബ്രായ ലേഖനം 11:1 എടുത്ത് പ്രസംഗിക്കുമ്പോൾ 18:30 അവസാന അധ്യായം കൂടെ ചേർത്ത് വിശ്വസിക്കണം. ഈ വാഗ്ദത്തം നമുക്കുള്ളത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ വിശ്വാസം എന്ത് ചെയ്തോണം? മുറുകെ പിടിച്ചോളണം എന്ന് പറഞ്ഞിട്ട് 18-ാം അധ്യായത്തിന്റെ കണ്ടിന്യൂഷനാണ് 11:1 എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും 11:1 എടുത്ത് പലരും പ്രസംഗിക്കും, നിങ്ങൾ വിശ്വസിച്ചോ, നിങ്ങളുടെ കൊച്ചിന് ഒരു നല്ല കുഞ്ഞിനെ കിട്ടും, പ്രാർത്ഥിച്ചോ. എങ്ങനെയുള്ള കൊച്ചിനെയാ വേണ്ടിയേ? അങ്ങോട്ട് പറഞ്ഞു. ദൈവത്തിന് നമ്മളപ്പോട്ട് പറഞ്ഞു കൊടുക്കുക, വെളുത്തത് വേണം, ചുവന്നത് വേണം, നീല വേണം, പച്ച വേണം, മേശ വേണം, കാല് വേണം, ഡ്രോയർ വേണം. ഇതൊക്കെ ദൈവത്തിന് അറിയാം. പക്ഷേ നമ്മൾ വിശ്വസിക്കുന്നത് ഇതെല്ലാം ചെയ്യാൻ കഴിയുന്ന ദൈവത്തിലാണ്. ഇതെല്ലാം ചെയ്യാൻ കഴിയുന്ന ദൈവത്തിലാണ്. അപ്പൊ അബ്രഹാമിന്റെ വിശ്വാസം ആ ദൈവത്തിലായിരുന്നു. ഇനി ദൈവത്തിലാണ് അവൻ വിശ്വസിച്ചത്. എങ്ങനെയുള്ള ദൈവത്തിൽ നിന്നാണ് നമ്മൾ കണ്ടത്. ഇനി അബ്രഹാമിന്റെ വിശ്വാസം എങ്ങനെയുള്ളതായിരുന്നു? ആശയ്ക്ക് വിപരീതമായി ആശയോട് അവൻ എന്ത് ചെയ്തു? വിശ്വസിച്ചു. എന്ത് വിശ്വസിച്ചു? വാഗ്ദത്തം ചെയ്ത കർത്താവ് പാലിക്കും, വിശ്വസ്തനാണ്, അവൻ അത് നിവർത്തിക്കുമെന്ന് വിശ്വസിച്ചു.
ഇൻ ഹോപ്പ് അഗനിസ്റ്റ് ഹോപ്പ് ഹി ബിലീവ്ഡ് എന്നാ വായിക്കുന്നു. അപ്പൊ ദൈവം ബഹുജാതികൾക്ക് പിതാവാക്കുമെന്ന് അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തു. ഞാൻ ഈ കനാൻ ദേശം നിനക്ക് തരും, അത് വിശ്വസിച്ചു. ബഹുജാതികൾക്ക് പിതാവാക്കുമെന്ന് അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തു. ഇത് രണ്ടും അബ്രഹാം എന്ത് ചെയ്തു? ആശയ്ക്ക് വിപരീതമായി ആശയോട് വിശ്വസിച്ചു. ഇത് വിശ്വസിക്കും തോറും രണ്ട് കാര്യങ്ങളാണ് താൻ ഗ്രഹിച്ചത്. ഞാൻ ഈ 17 മുതൽ 22 വരെയുള്ള വ്യാഖ്യാനത്തിന്റെ മുഴുവനും കാര്യങ്ങൾ ഒന്നിച്ച് പറയാണ്. രണ്ട് കാര്യങ്ങളാ വിശ്വസിച്ചത്. ഒന്ന്, തന്റെ സ്ഥിതി എന്താണെന്ന് അവൻ വിശ്വസിച്ചു. 19-ാം വാക്യത്തിൽ അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തന്റെ ശരീരം നിർജീവമായി പോയത് അവൻ അറിഞ്ഞു. രണ്ട്, സാറായുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം അവൻ ഗ്രഹിച്ചു. അപ്പൊ അബ്രഹാമിന്റെ വിശ്വാസം എങ്ങനെയുള്ളതായിരുന്നു? ആശയ്ക്ക് വിപരീതമായി ആശയോടുള്ള വിശ്വാസം. എപ്പോഴാണ് അങ്ങനെ വിശ്വസിച്ചത്? താനൊരു ഇമ്പോർട്ടന്റ് ആണ്, തന്റെ ശക്തി ക്ഷയിച്ചു, ബലഹീനനാണ് എന്ന് താൻ അറിഞ്ഞപ്പോഴും വിശ്വസിച്ചു. സാറായുടെ നിർജീവത്വം അറിഞ്ഞപ്പോഴും അവൻ എന്ത് ചെയ്തു? ഡെഡ്നെസ് അറിഞ്ഞപ്പോഴും അവൻ എന്ത് ചെയ്തു? വിശ്വസിച്ചു. അപ്പൊ വിശ്വസിച്ചപ്പോ എന്തോ നടന്നു? ക്രിയേഷനും നടന്നു, റിസറക്ഷനും നടന്നു. റിസറക്ഷൻ 22-ാം അധ്യായത്തിലും നമുക്ക് വേറെ പറയാം. പക്ഷെ ഇവിടെ രണ്ടും സംഭവിക്കുക. അബ്രഹാമിന്റെ ജീവിതത്തിൽ ഇത് രണ്ടും സംഭവിക്കുക. ഒരു പുതിയ ക്രിയേഷൻ ദൈവം നടത്തി. മരിച്ചുപോയത് റിസറക്റ്റ് ചെയ്യുന്നത് പോലെ ദൈവം അവന് എന്തോ ചെയ്തു? ശക്തി നൽകി. എന്നിട്ട് അവിടെ നമ്മൾ വായിക്കുന്നത്, അവൻ 20-ാം വാക്യത്തിൽ ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് എന്ത് ചെയ്തു? മഹത്വം കൊടുത്തു. ഇപ്പൊ മുമ്പിൽ കണ്ട കാര്യങ്ങൾ വിശ്വാസത്തിനെതിരായിരുന്നു. അവൻ ക്ഷീണിച്ചു പോകാതെ ദൈവത്തിൽ എന്ത് ചെയ്തു? വിശ്വസിച്ചു. വിശ്വസിച്ചിട്ട് ദൈവത്തിന് എന്ത് ചെയ്തു? മഹത്വം കൊടുത്തു. ഇവിടെ കുറഞ്ഞതൊരു 5 കൂട്ടം കാര്യങ്ങൾ നമുക്ക് കാണാം. ഒന്ന്, അവന്റെ വിശ്വാസമാണ്, ദൈവം മരിച്ചവരെ ഉയർപ്പിക്കുന്നവൻ. രണ്ട്, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവൻ. അവൻ എങ്ങനെയുള്ള ദൈവത്തിലാണ് വിശ്വസിച്ചത് എന്നാണ് നമ്മൾ അവിടെ കാണുന്നത്. മൂന്ന്, അവൻ എന്ത് വിശ്വസിച്ചു? എങ്ങനെ വിശ്വസിച്ചു? ആശയ്ക്ക് വിപരീതമായി ആശയോട് വിശ്വസിച്ചു. എന്തുകൊണ്ട് അങ്ങനെ വിശ്വസിക്കേണ്ടതായിട്ട് വന്നു? തന്റെ ശരീരത്തിൽ നോക്കിയപ്പോൾ 100 വയസ്സായ അവന്റെ ബലഹീനത അവന് മനസ്സിലായി. ഇമ്പോർട്ടൻസ് മനസ്സിലായി. അവന്റെ വന്ധ്യത അവന് മനസ്സിലായി. അവന്റെ കഴിവില്ലായ്മ അവന് മനസ്സിലായി. സാറായുടെ നിർജീവത്വം മനസ്സിലായിട്ടും അവൻ എന്ത് ചെയ്തു? ആശയ്ക്ക് വിപരീതമായി ആശയോട് വിശ്വസിച്ചു. അവൻ എന്ത് ചെയ്തു? സ്ട്രോങ് ഇൻ ഫെയ്ത്ത് ആയി. അവൻ ട്രസ്റ്റ് ചെയ്തു ദൈവത്തിൽ. അതോടൊപ്പം തന്നെ ഈ ഗ്ലോറിഫൈഡ് ഗാഡ്, അവൻ ദൈവത്തിന് മഹത്വം കൊടുത്തു. അപ്പൊ അവൻ ദൈവം മരിച്ചവനെ ഉയർപ്പിക്കുന്നവനെന്നും, രണ്ട്, ആ ദൈവം ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവനും അബ്രഹാം വിശ്വസിച്ചു. മാത്രമല്ല, ദൈവം പറഞ്ഞ വാഗ്ദത്തം അവൻ വിശ്വസിച്ചു. ആ വാഗ്ദത്തം എന്താണ്? ബഹുജാതികൾക്ക് പിതാവായി കണ്ടിരിക്കുന്നുവെന്ന് ദൈവം പറഞ്ഞത് അവന് വിശ്വസിച്ചു. ആ വാഗ്ദത്തം വിശ്വസിച്ചു. 100 വയസ്സുള്ളപ്പോഴും അവൻ എന്ത് ചെയ്തു? വിശ്വസിച്ചു. അപ്പൊ അവന്റെ ശരീരത്തിന്റെ കണ്ടീഷൻ, സാറയുടെ ശരീരത്തിന്റെ കണ്ടീഷൻ ഒരിക്കലും സംഭവിക്കുന്നതായിരുന്നില്ല. പക്ഷെ അവൻ ദൈവത്തിൽ വിശ്വസിച്ചു. വാഗ്ദത്തം ചെയ്തവൻ പ്രവർത്തിപ്പാൻ ശക്തനെന്ന് അവൻ എന്ത് ചെയ്തു? ഉറച്ചു വിശ്വസിച്ചു. നമ്മളത് പ്രസംഗ പോലല്ലോ ബൈബിൾ ക്ലാസ്. അതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കാതെ, ഈ ബൈബിൾ ക്ലാസ്സും പ്രസംഗവും തമ്മിൽ, ഇന്ന് പ്രസംഗം കേട്ട് ഈ വിശ്വാസികൾക്ക് അതുപോലെ പ്രസംഗിച്ചില്ലെങ്കിൽ, ഒരു ദൂതൊക്കെ ഇടയ്ക്ക് പറഞ്ഞില്ലെങ്കിൽ തൃപ്തി വരികയാണ്. ബൈബിൾ ക്ലാസ് എന്ന് പറഞ്ഞാൽ ആൽബവറ്റ് പഠിക്കുന്നത് പോലെ. നമ്മൾ ഏത് MA പഠിച്ചാലും, നമ്മുടെ ദൈവദാസനൊക്കെ പണ്ട് MA പാസ്സായിട്ട്, MA-കാരനാണോ MGO ആണോ എക്സാക്റ്റ് ആയിട്ട് ഞാൻ ഓർക്കുന്നില്ല, മാസ്റ്റേഴ്സ് ഡിഗ്രി എടുത്തത്. അപ്പൊ അത്രയും വരെ ഇവിടെ വെച്ച് അത്രയും വരെ പഠിക്കണമെങ്കിൽ, അത് കഴിഞ്ഞ് തിയോളജിയും കുറെ പഠിച്ച, അപ്പൊ ഇത്രയും വരെ പഠിക്കണമെങ്കിൽ അടിസ്ഥാനം എന്ന് പറയുന്നത് ABCD പഠിച്ചത് കൊണ്ട്, ഇല്ലേ? അപ്പൊ ABCD ആൽബവറ്റും
പിന്നെ അതിനകത്ത് വവ്വൽസും അതും ഇതുമൊക്കെ തരം തിരിഞ്ഞ് പഠിക്കുന്നത് പോലാണ് ബൈബിൾ ക്ലാസ് എന്ന് പറയുന്നത്. നമ്മൾ അതിന്റെ സാരാംശം പഠിക്കുക, അവിടെ നിന്ന് അങ്ങ് എലാബറേറ്റ് ചെയ്യുക. എയും ബിയും സിയും ഒക്കെ പഠിച്ചതുകൊണ്ടല്ലയോ പിന്നെ നമ്മൾ ആപ്പിള് പഠിച്ചു, പിന്നെന്താ പഠിച്ചു, ബോള് പഠിച്ചു, ബോട്ട് പഠിച്ചു, പിന്നെ ക്യാറ്റ് എന്ന് പഠിച്ചു. അങ്ങനെ പഠിച്ചല്ലേ വലിയ കാര്യങ്ങൾ പഠിച്ചു. ഇപ്പോഴോ ശശി തരൂരും നമ്മളും കൂടെ നിന്ന് പുള്ളിക്കാരൻ പറയുന്നത് 1.5 മണിക്കൂർ നീളമുള്ള വാക്കാ. അതുപോലൊക്കെ പറയാൻ, അല്ലെങ്കിൽ കുറച്ചൊക്കെ പറയാൻ എന്ത് ചെയ്തു, പഠിച്ചില്ലേ? ഇതുപോലെ ഈ ബൈബിൾ ക്ലാസിന്റെ പഠനം എന്ന് പറഞ്ഞാല് ദൂത് പറയുന്നതല്ല, നമ്മൾ അതിന്റെ സാരാംശം പറയാം. അവിടെ നിന്ന് പിന്നെ നമ്മളെ എലാബറേറ്റ് ചെയ്യുകയാണ്. ദൂതുകളെ വിശാലപ്പെടുത്തുന്ന ഒരു ദൗത്യമാണ്. അതുകൊണ്ടാണ് ഈ ബൈബിൾ ക്ലാസ് വെക്കുമ്പോൾ ആൾക്കാർ കയറാത്തത്. കാര്യം അവർക്ക് ദൂതൊന്നും കിട്ടുന്നില്ലെന്ന് പറയും. അപ്പൊ പോട്ടെ, നമ്മളിലേക്ക് കടന്നു വരാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതൊക്കെയാണ് അതിന്റെ സാരാംശം. ഇനിയും 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ ഈ പറഞ്ഞതിന്റെ എല്ലാ സാരാംശമാണ്. അഥവാ 1-ാം അധ്യായം 18 മുതൽ ഇവിടം വരെ പറഞ്ഞതിന്റെ സാരാംശമാണ്, അതിന്റെ കൺക്ലൂഷനാണ്. അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞ ഈ അധ്യായത്തിന്റെ എല്ലാം കൺക്ലൂഷനാണ് ഏത്? 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. 22 നമ്മൾ വായിച്ചു, അബ്രഹാമിന് കണക്കിട്ടു, നീതിയായി കണക്കിട്ടു. 23 വായിക്കുന്നത് എന്തുവാ? അവനു കണക്കിട്ടെന്ന് എഴുതിയിരിക്കുന്നത് അവനെ വിചാരിച്ചു മാത്രമല്ല, നമ്മെ വിചാരിച്ചൂടെയാണ്. അബ്രഹാമിന് നീതി ദൈവം കണക്കിട്ടാൽ, വിശ്വസിച്ചപ്പോ കണക്കിട്ടെങ്കിൽ, വിശ്വസിക്കുന്ന സഹോദരി നീ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ ആ നീതി നിനക്കും എന്ത് ചെയ്യുന്നു? കണക്കിടുന്നു എന്നാണ് അതിന്റെ ചുരുക്കം. ഇനി 23 അത് നമ്മെ വിചാരിച്ചൂടെ എന്തുവാ എഴുതിയിരിക്കുന്നത്? നമുക്കറിയാം, ബൈബിളില് ബുദ്ധിയുപദേശത്തിനായി എഴുതിയിരിക്കുന്നു എന്ന് എഴുതിയിട്ടുണ്ട്, ഇല്ലേ? 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിലെ പിതാക്കന്മാര് മരുഭൂമി പിറുവിറുപ്പുകാരായി, അവര് മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല, ഇത് നമുക്ക് ദൃഷ്ടാന്തമായി ഭവിച്ചു, നിങ്ങൾക്ക് ബുദ്ധിയുപദേശത്തിനായിട്ട് എന്ത് എഴുതിയിരിക്കും. 15-ാം അധ്യായം ഈ റോമാലേഖനം 15:4 നമ്മൾ വായിക്കുന്നുണ്ട്. ഈ തിരുവഴുത്തൊക്കെ നമുക്ക് എഴുതി വെച്ചേക്കുന്ന എന്തിനാണെന്നറിയാം? നമ്മുടെ ബുദ്ധിയുപദേശത്തിനും സാരോപദേശത്തിനും പിന്നെ നമ്മുടെ നീതിയിലെ അഭ്യസനത്തിനുമൊക്കെയാണ്, നമ്മുടെ സ്ഥിരതയ്ക്കുമാണെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതേ ദൈവം അബ്രഹാം വിശ്വസിച്ചപ്പോ നീതിയായി കണക്കിട്ടെങ്കിൽ നമുക്കതൊരു ബുദ്ധിയുപദേശമാ. നമ്മൾ കർത്താവിൽ വിശ്വസിക്കുമ്പോൾ നമുക്കും അത് നീതിയായി കണക്കിടും. ഇനി 24-ാമത്തെ വാക്യം യേശുക്രിസ്തു എന്തിനു മരിച്ചെന്നുള്ളതാ. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരിച്ചു. ഇനിയും നമ്മുടെ നീതീകരണത്തിനായി ഉയർത്തെഴുന്നേറ്റു. നമ്മുടെ നീതീകരണത്തിനായി കർത്താവ് ഉയർത്തെഴുന്നേറ്റു. നമ്മുടെ നീതീകരണത്തിനായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് കർത്താവ് എന്ത് ചെയ്തു? ഉയർത്തെഴുന്നേറ്റു. ഇങ്ങനെയുള്ള കർത്താവിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ കർത്താവിന്റെ നീതി നമ്മുടെ മേൽ ദൈവം എന്ത് ചെയ്യുക? കണക്കിടുക. ഇത്രയും പറഞ്ഞിട്ട് പൗലോസ് അതിന്റെ കൺക്ലൂഷൻ സ്ഥാപിക്കുക. കർത്താവ് മരിച്ചത് നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തമാണ്, നമ്മുടെ നീതീകരണത്തിനായിട്ടാണ് ഉയർത്തെഴുന്നേറ്റത്. ആര് ക്രൂശിൽ മരിച്ച് കല്ലറയിൽ അടക്കം ചെയ്ത് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ കർത്താവിൽ വിശ്വസിക്കുമോ അവരുടെ മേൽ കണക്കിടും. എന്ത് കണക്കിടും? നീതി കണക്കിടും. ആരുടെ നീതി? കർത്താവ് നിർവഹിച്ച നീതി നമ്മുടെ മേൽ എന്ത് ചെയ്യും? കണക്കിടും. കർത്താവിന്റെ നീതി നമ്മുടെ മേലും എന്ത് ചെയ്യും? കണക്കിടും എന്നാണ് അവിടെ പറയുന്നത്. നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ളതാകയാൽ തന്നെ. അപ്പൊ നമ്മൾ കർത്താവിൽ വിശ്വസിക്കുമ്പോൾ നമുക്കും ആ നീതി കിട്ടും. പ്രവർത്തിയാലാണോ കിട്ടുന്നത് നീതീകരണം? അല്ല. പരിച്ഛേദനയാലാണോ? അല്ല. ന്യായപ്രമാണം പാലിക്കുന്നതിനാലാണോ? അല്ല. പിന്നെ എങ്ങനെയാണ് നീതീകരണം കിട്ടുന്നത്? വിശ്വസിക്കുന്നതിനാൽ. ആരിൽ വിശ്വസിക്കുന്നതിനാൽ? നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം മരിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് എന്തോ കിട്ടുന്നത്? നീതീകരണം കിട്ടുന്നത്. യേശു ക്രിസ്തുവിന്റെ മരണത്തിലും ഉയർപ്പിലും ഒരുക്കപ്പെട്ടിരിക്കുന്ന അനുഗ്രഹം പ്രാപിക്കുന്നത്, നീതീകരണം പ്രാപിക്കുന്നത് വിശ്വസിച്ചത് ഏറ്റെടുക്കുമ്പോഴാണ്. യേശുവിന്റെ മരണം അതിക്രമങ്ങൾക്ക് പരിഹാരവും ഉയർപ്പ് നീതീകരണത്തിന് ഉപാധിയുമാണ്. ഞാൻ എനിക്ക് വേണ്ടി യേശു മരിച്ചുവെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് യേശു മരിച്ചത്.
എന്റെ പേർക്കാണ് അവിടുന്ന് എന്റെ നീതീകരണത്തിനാണ് ഉയർത്തെഴുന്നേറ്റതെന്ന് ഹൃദയംഗമായി വിശ്വസിച്ച് അംഗീകരിക്കുമ്പോൾ ക്രൂശിൽ ഉള്ള നീതി നമുക്കറിയാമല്ലോ. എന്തിനാ ക്രൂശിൽ മരിച്ചത്? രണ്ട് കാര്യങ്ങൾ അവിടെ സംഭവിക്കുകയായിരുന്നു അല്ലേ. ഒന്ന്, ദൈവക്രോധം, കോപം, ന്യായവിധി ക്രൂശിൽ നിവർത്തിയാകുക അല്ലേ. നമ്മൾ കത്രിമേശയൊക്കെ വെക്കുമ്പോൾ ദൈവകോപത്തിന്റെ അഗ്നിയിൽ വെന്തരിഞ്ഞ ജീവന്റെ അപ്പമായി തീർന്ന എന്ന് പറയത്തില്ലേ. അപ്പൊ കാൽവരി ക്രൂശിൽ ദൈവകോപത്തിന്റെ അഗ്നിയിൽ കർത്താവ് വെന്തരിഞ്ഞ ജീവന്റെ അപ്പമാവുകയായിരുന്നു അല്ലേ. അതുപോലെ തന്നെ ദൈവത്തിന്റെ നീതിയും നിർവഹിക്കുകയായിരുന്നു. ദൈവത്തിന്റെ നീതി നിർവഹിക്കപ്പെട്ടത് എവിടെയാ? പാപം ചെയ്യുന്ന ദേഹി മരിക്കണമെന്നുള്ള നീതി നിർവഹിക്കപ്പെട്ടത് എവിടെയാ? ക്രൂശില. അപ്പൊ നമ്മൾ വിശ്വസിക്കുമ്പോൾ യേശുക്രിസ്തു നിർവഹിച്ച നീതി നമ്മുടെ മേൽ എന്ത് ചെയ്യുക? കണക്കിടുക. ഇപ്പൊ എനിക്കിവിടെ ബാങ്കില് 10 ലക്ഷം രൂപ അടയ്ക്കാനുണ്ടായിരുന്നു. ഞാൻ കടക്കാരനാ. പക്ഷെ മോഹനം പാസ്റ്റർ, നമ്മുടെ പാസ്റ്റർ വന്നങ്ങ് അടച്ചു. മോഹനം പാസ്റ്റർ അടച്ചു. ഒരേ അടവ് 2 പേര് അടയ്ക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമ്മുടെ പാപത്തിന് പരിഹാരം ആര് വരുത്തി? കർത്താവ് ക്രൂശിൽ വരുത്തി. നമ്മൾ ചെയ്യേണ്ടത് എന്താ? അതിന്റെ അർത്ഥം മനസ്സിലാക്കി വിശ്വസിച്ച് ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ദൈവം ക്രൂശിൽ ചൊരിഞ്ഞ അല്ലെ കാണിച്ച പകർന്ന നീതി നമ്മുടെ മേലും എന്ത് ചെയ്യുക? പകരുക, നമ്മെ നീതീകരിക്കുക. നീതീകരിക്കുക. നീതിമാന്മാരെന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചു മാറ്റുകയല്ല, നമ്മെ നീതീകരിക്കുക. ക്രൂശിലെ യേശുക്രിസ്തുവിന്റെ മരണത്താൽ ബലിയാൽ നമ്മെ എന്ത് ചെയ്യുന്നു? നീതീകരിക്കുന്നു. ആകയാൽ നമുക്ക് ഈ ദിവസങ്ങളിൽ കർത്താവിൽ ഒന്നുകൂടെ വിശ്വസിച്ച് ഈ പകലിലും ഈ രാത്രിയിലും കർത്താവേ, നീ മോറോനീശുമശിയ നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മാറ്റിയെന്ന് സന്ധ്യാ നമസ്കാര ക്രമത്തില് ചില സമുദായക്കാർ പ്രാർത്ഥിക്കുന്ന പോലെ, യേശുവേ നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മാറ്റി, നിന്റെ മരണത്താൽ ഉയർത്തെഴുന്നേൽപ്പിനാൽ ഞങ്ങൾക്ക് നീതീകരണം കിട്ടി, അവിടെ ഞങ്ങളെ ശുദ്ധീകരിച്ചല്ലോ എന്ന് ഓർത്ത് ദൈവത്തിന്, അബ്രഹാം വിശ്വസിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തതുപോലെ നമുക്ക് മഹത്വം കൊടുക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ കൃപ കൂടിയിരിക്കട്ടെ.